ചങ്ങൈമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്നലെ തമിഴ്നാട്ടിൽ വിജയുടെ പരിപാടിക്കിടെയുണ്ടായ ദാരുണമായ സംഭവത്തെക്കുറിച്ചാണ്. 39ഓളം പാവങ്ങൾ മരണപ്പെട്ട് അതിൽ 9ഓളം കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന കാര്യം. ആ സംഭവത്തിന്റെ കാരണക്കാരൻ ആരാണെന്ന് എന്നോട് ചോദിച്ചെങ്കിൽ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ കേട്ടാ, വിജയ് മാത്രമാണ് അതിന് ഉത്തരവാദി. എന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് ചിലപ്പോൾ യോജിപ്പുണ്ടാവില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. ഞാനിത് പറയുന്നത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേട്ടാ. ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സംഘടനാ പാടവത്താണ്. അതായത് തന്റെ പാർട്ടിയുടെ പരിപാടിക്ക് വരുന്ന ആൾക്കാരുടെ സുരക്ഷ തന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ബോധ്യമാണ് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത്. ആ ഉത്തരവാദിത്തം ഇന്നലെ വിജയുടെ കൂടിയുള്ള ആൾക്കാരോ ഒന്നും കാണിച്ചിട്ടില്ല. വിജയുടെ കുറെ ആരാധകർ പറയുന്ന കേൾക്കുന്നുണ്ട് ആ പരിപാടിയുടെ ഉത്തരവാദിത്തം പോലീസാണ് കുറ്റക്കാരെന്ന്. ഞാൻ അവരോട് പറയട്ടെ, ഏത് പാർട്ടിയുടെ പരിപാടിയാലും ശരി, അതിപ്പോ തമിഴ്നാട്ടിലല്ല കേരളത്തിലല്ല എവിടെയാണെങ്കിലും ആ പരിപാടി നടക്കുമ്പോൾ അതിന്റെ 90% സുരക്ഷയുടെ ഉത്തരവാദിത്തം അതാത് പാർട്ടിയുടെ വളണ്ടിയർമാർക്കാണ്. അത് ഏത് പാർട്ടി ആയിരിക്കട്ടെ, ആ പാർട്ടിയുടെ വളണ്ടിയർമാരായിരിക്കും അതിന് 90% സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അങ്ങനെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി വിജയ്ക്കോ വിജയുടെ പാർട്ടിയിലോ ആളില്ല. ആകെയുള്ളത് വിജയുടെ സുരക്ഷ ഏറ്റെടുക്കാൻ വേണ്ടി കുറെ ബോൺസേഴ്സ് ഉണ്ട് വിജയുടെ ചുറ്റും. അതിപ്പോ വിജയനെ ആരാധിക്കുന്ന ആര് വന്നാലും ആ ആരാധിക്കുന്ന ആൾ എടുത്ത് ചാടുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ വിജയുടെ സുരക്ഷ മാത്രം നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആ പരിപാടിക്ക് വരുന്ന ആൾക്കാരുടെ സുരക്ഷ എവിടെയും നോക്കിയിട്ടില്ല. ഒന്നാമത് ഞാൻ പറയട്ടെ, ഇന്നലെ വന്ന 1 ലക്ഷം ആൾക്കാരും വിജയുടെ പാർട്ടിക്കാരെന്നല്ല, വിജയ് ആരാധിക്കുന്ന തമിഴ്നാട്ടുകാരെ നമുക്കറിയാം. അവർ കുറച്ചുകൂടി വൈകാരികമായി എല്ലാത്തിനും കാണുന്നതാണ്. അപ്പൊ വിജയ് അത്ര വൈകാരികമായി കാണുന്നത്, വിജയ് ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരാണ്. ആ വന്നവരിൽ പലരും തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ വിജയ്ക്ക് വോട്ട് ചെയ്യുന്നവരെന്നായിരിക്കില്ല, മറ്റുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ വിജയ് എന്ന സിനിമാ നടനെ അത്രമാത്രം സ്നേഹിക്കുന്ന, ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് പാവങ്ങളാണ് വന്നത്. അങ്ങനെ വന്നവരിൽ ചിലരാണ് ഇന്നലെ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ കാരണക്കാരൻ വിജയ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ടാകുന്നത് എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, ആ ഫോളോവേഴ്സ് ഞാൻ എവിടെ വിളിച്ചാലും എന്റെ പരിപാടിയും ഞാൻ പറഞ്ഞത് കേൾക്കാനും എത്തുമെന്നുള്ളതല്ല ഒരു രാഷ്ട്രീയക്കാരന്റെ ക്വാളിറ്റി. ആ വരുന്നവരുടെ സുരക്ഷ അവർ എന്റെയാണ്, എന്റെ ആൾക്കാരാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അവരുടെ സുരക്ഷ എന്റേതാണ്, അല്ലാണ്ട് പോലീസുകാരുടേതല്ല എന്നുള്ള ബോധ്യം ഇന്നലെ വിജയ് കാണിച്ചില്ല. അത് പോരാഞ്ഞിട്ട് ആ ദുരന്തം ഉണ്ടായപ്പോ അപ്പൊ തന്നെ വിജയ് മുങ്ങി. അതെല്ലാരും കണ്ടതല്ലേ? അപ്പൊ തന്നെ വിജയ് മുങ്ങി. വിജയ് അവിടെ നിൽക്കേണ്ടതാണ്, വിജയ് അവിടെ കൂടെ നിന്നിട്ട് അവരെ സഹായിക്കേണ്ടതാണ്. അതൊന്നും നോക്കാണ്ട് തന്റെ സുരക്ഷ നോക്കി ബോൺസർമാരെയും കൂട്ടി ഒറ്റ വീട്ടിൽ ചെന്നൈയിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. പിന്നെ ഈ ദുരന്തം ഇത്രയും വലുതാക്കിയതിന്റെ മെയിൻ കാരണം 1.5 മണിക്ക് തുടങ്ങേണ്ട പരിപാടി, അതായത് 1.5 മണിക്കാണ് വിജയ് അവിടെ എത്തേണ്ടത്. 1.5 മണിക്ക് എത്താതെ 7 മണിക്കൂർ വൈകിട്ടാണ് വിജയ് അവിടെ എത്തിയത്. അതും കൂടിയാണ് ഈ ദുരന്തം ഇത്രയും മാത്രം വലുതാക്കിയത്. ആ 7 മണിക്കൂർ വൈകിയതിന്റെ കാരണം എന്തായാലും വേറെ ആരും കുറ്റം പറയാനില്ല, അത് വിജയുടെ മാത്രം കുറ്റമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ദുരന്തം ഇത്രയും വലുതാക്കിയത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ വീഡിയോ ഞാൻ ഇവിടെ വെച്ചുതരാം. ആ വീഡിയോ നിങ്ങൾ ആദ്യം കാണുക, അതിനുശേഷം ഞാൻ അത് കാര്യം പറഞ്ഞുതരാം. தண்ணி கொடுங்க, தண்ணி பாட்டில் கொடு, தண்ணி பாட்டில் கொடு. അവിടെ ക്ഷീണായി നിൽക്കുന്നവർക്ക് അദ്ദേഹം വെള്ളത്തിന്റെ ബോട്ടിൽ എറിഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുന്നവരാണ് ആ താഴെ നിൽക്കുന്നവര്. അദ്ദേഹം എറിഞ്ഞു കൊടുക്കുന്ന ബോട്ടിലുണ്ടല്ല, ദാഹമുള്ളവർ മാത്രമല്ല വാങ്ങുക. എന്റെ ദൈവത്തിന്റെ കൈവതിഞ്ഞ ആ ബോട്ടിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് തിക്കും തിരക്കും കൂട്ടാൻ വേണ്ടി അവിടെ വിജയ ദൈവത്തെ പോലെ ആരാധിക്കുന്ന എല്ലാവരും ഉണ്ട്. ആ ഒരു ചെറിയ തിക്കും തിരക്കും മതി അവിടെ ഇത്രമാത്രം ദുരന്തം ഉണ്ടാകാൻ വേണ്ടിട്ട്. ആ ബോധ്യം പോലും, ആ ചെറിയൊരു ബോധ്യം പോലും വിജയ് ഇന്നലെ കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ കാരണം. ആ ബോധ്യം കാണിക്കാതെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകണമെന്നും പറഞ്ഞിട്ട് എങ്ങനെ നടന്നാലും ഉണ്ടം പൊരി കിട്ടും നിങ്ങൾക്ക്. വിജയ് ഉണ്ടം പൊരി കിട്ടും. അത് പോരാഞ്ഞിട്ട് അവിടെ ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസിൽ തന്റെ പാർട്ടിയുടെ കൊടിയുണ്ടെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന ടീമിനെ കണ്ടില്ല. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇയാൾ സിനിമാ നടനെന്ന വിജയിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരനായ വിജയിലേക്ക് എത്തിയില്ല. ഇപ്പോഴും ഇയാൾ ഒരു സിനിമാ നടനാണ്. നമ്മൾ സുരേഷ് ഗോപിയെ പറയുന്നില്ലേ, അതേ സെറ്റപ്പിൽ സിനിമാ നടനിൽ തന്നെ ഇയാൾ ഒതുങ്ങിയിട്ടുള്ളേ. നമുക്ക് ആ വീഡിയോ കൂടി കാണാം. என்னப்பா ஆம்புலன்ஸ்ல நம்ம கொடி இருக்குது? என்னப்பா ஆம்புலன்ஸ்ல நம்ம கொடி இருக்குது? ആ ദുരന്തത്തിന്റെ ഇടയ്ക്ക് ഇമ്മാര് ഡയലോഗെല്ലാം പറഞ്ഞു കേട്ടില്ല. കുറച്ചൊന്നല്ല കഴിവ്, നല്ല കഴിവാണ് അഭിനയിക്കാൻ വേണ്ടിട്ട്. ഇനിയാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നല്ല ഒരു മനുഷ്യനും കാണിക്കാൻ പാടുള്ള ഒരു ചെറ്റത്തരം മൂപ്പർ കാണിച്ചത്. ഈ ദുരന്തം ഉണ്ടായി എന്ന് അറിഞ്ഞാൽ അവിടെ ഒരൊറ്റ മുങ്ങൽ എന്ന് പറഞ്ഞാൽ സ്വന്തം വണ്ടിയിൽ സ്വന്തം ബോൺസർമാരെ വിളിച്ചിട്ട് സ്വന്തം സുരക്ഷ മാത്രം നോക്കിയിട്ട് തന്നെ വിശ്വസിച്ച് വന്ന പാവങ്ങൾ അവിടെ ശ്വാസം മുട്ടി മരിക്കുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി നോക്കാതെ, ഹോസ്പിറ്റലിലെത്തിയവരെ തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ മുങ്ങിയിട്ട് നേരെ എയർപോർട്ട് വഴി സ്വന്തം വീട്ടിലേക്ക്. ആ വീഡിയോ ഒന്ന് കണ്ടാലോ? വാ. சார் 30 பேர் உயிரிழந்திருக்காங்க சார்.
എന്തിനെയൊക്കെ ന്യായീകരിച്ചാലും ഇയാൾ അന്ധമായി സ്നേഹിക്കുന്ന ആർക്കും ഈ ഒരു കാര്യത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എല്ലാ പാർട്ടിക്കാരും ആശുപത്രിയിൽ എത്തിയിട്ട് മരണപ്പെട്ടവരെയും പരിക്ക് പറ്റിയവരെയൊക്കെ കണ്ടപ്പോ അതിന് കാരണമായ ഒരു പരിപാടി നടത്തിയ വിജയ് മാത്രം മുങ്ങുക. പിന്നെ വിജയ് മുങ്ങിക്കഴിഞ്ഞ പിന്നെ വിജയുടെ പാർട്ടിയിൽ വേറെ ആരുമില്ല അവിടെ പോകാൻ വേണ്ടിയിട്ട്. മുങ്ങിക്കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിയിട്ട് അനുശോചനക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പങ്കുവെച്ച് ഞാൻ തകർന്നു പോയി, ഞാൻ ആകെ ദുഃഖത്തിലാണ്, എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞല്ല, നിങ്ങൾ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ അങ്ങ് ഒഴിഞ്ഞല്ല. 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ വീണ്ടും പുറത്തിറങ്ങും, പിന്നെ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. ഈ കുറ്റം വേറെ ആരുടെങ്കിലും തലയിലിടലായിരിക്കും നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഇനിയുള്ള പരിപാടി. എന്നിട്ട് കുറച്ച് നേരത്തെ മരണപ്പെട്ട എല്ലാവർക്കും 20 ലക്ഷം രൂപ പ്രഖ്യാപിച്ച് വിജയുടെ ആരാധകർ സന്തോഷത്തില്ല. ആ വാർത്തയുടെ അടിയിലൊക്കെ വിജയുടെ ആരാധകർ വന്നിടുന്ന കമന്റ് കാണുമ്പോൾ സങ്കടം തോന്നട്ടാ. 20 ലക്ഷം കിട്ടിയില്ലേ അവർക്ക്? എന്തോട് 20 ലക്ഷം? കൊച്ചു കുട്ടികൾ, അമ്മമാർ, കുറച്ച് ദിവസം മുന്നേ കല്യാണം കഴിഞ്ഞ ആൾക്കാർ വരെയുണ്ട് അതിൽ. അവരുടെ സ്വപ്നത്തിന്റെ വിലയായ 20 ലക്ഷം. എല്ലാവരുടെ ജീവിതവും നിങ്ങൾ പണം കൊണ്ട് അളക്കാൻ പാടില്ല. നിങ്ങൾ കാണിച്ച ചെറ്റത്തരത്തിന്റെ കാരണം മാത്രമാണ് ഈ 39ഓളം പാവങ്ങളുടെ മരണം. ആ ഒരു ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യം നിങ്ങൾക്ക് ഇല്ലാതെ, നിങ്ങൾ ഇതിന് പശ്ചാത്തപിക്കാതെ നിങ്ങൾ ഇനി ഈ പാർട്ടി പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞിട്ടില്ല, ആ മരണപ്പെട്ടവരുടെ ആത്മാവ് നിങ്ങൾക്ക് മാപ്പ് തരില്ല മിസ്റ്റർ വിജയ്. നിങ്ങൾക്ക് വേണ്ടി കരയാനും നിങ്ങൾക്ക് വേണ്ടി ഘോരഘോരം ജയ് വിളിക്കാനും ഇനിയും ഇതുപോലെ ഒരുപാട് പാവങ്ങളെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ഈ മരണപ്പെട്ട പാവം 39ഓളം പാവങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് മാപ്പ് തരില്ല. ആ മാപ്പ് നിങ്ങൾക്ക് കിട്ടാത്തടത്തോളം കാലം ഇത് നിങ്ങൾ മുഖ്യമന്ത്രിയല്ല, നിങ്ങൾ ഇങ്ങനത്തെ സൂപ്പർ സ്റ്റാർ ആയാലും ശരി, നിങ്ങൾ ആരാധിക്കുന്ന എത്രമാത്രം ആൾക്കാരുണ്ടായാലും നിങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂല മിസ്റ്റർ വിജയ്. ഈ ദുരന്തം തമിഴ്നാട്ടിലുള്ളവർ മാത്രം കാണേണ്ടതല്ല കേട്ടാ, കേരളത്തിലുള്ള ആൾക്കാരും കാണണം. ഒരു സുരക്ഷയുമില്ലാതെ എനിക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പരിപാടി നടന്ന ഒരുപാട് വേട്ടാവളിയന്മാരുണ്ട്. ആ വേട്ടാവളിയന്മാരുടെ എല്ലാവർക്കും ചെറിയൊരു ഉന്തും തള്ളും മതി ഇതിലും വലിയ ദുരന്തം കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അണ്ണന്മാർ തിക്കും തിരക്കും കൂട്ടിയോണ്ടല്ലേ, അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറയുന്ന ആൾക്കാരോടാ പറയുന്നത്. ഇതിലും ബുദ്ധിയും വിവരം ഇല്ലാത്ത ആൾക്കാർ നമ്മളെ കേരളത്തിലുണ്ട്. അത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതുമാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നടന്ന പോലത്തെ ദുരന്തം കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി വലിയ പണിയൊന്നും ഇല്ലാട്ടാ. അതുകൊണ്ട് ഈ ദുരന്തം ഒരു പാഠമായി ഉൾക്കൊള്ളുക. എല്ലാ രാഷ്ട്രീയക്കാരായാലും ശരി, ഏത് സെലിബ്രിറ്റി ആയാലും ശരി, ആരൊക്കെ ആയാലും ശരി. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അതെന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ ദുരന്തത്തിന് കാരണം വിജയ് ആണ്, വിജയ് മാത്രമാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.